ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാൾസിംഗ് മെറ്റിൽഡ എന്നൊരു പോയമാണ് ബൈ എ.ബി. പാറ്റേഴ്സൺ. ഇത് PG സെക്കൻഡ് സെമ്മിലെ വേൾഡ് ലിറ്ററേച്ചർ പേപ്പറിൽ വരുന്ന ഒരു പോയമാണ്. സോ ടോക്കിംഗ് അബൌട്ട് ദ പോയം, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഓസ്ട്രേലിയസ് അൺഒഫീഷ്യൽ നാഷണൽ ആന്തം ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ആൻഡ്രൂ ബാർട്ടൺ പാറ്റേഴ്സൺ, who is a very famous Australian bush poet and who adopted the name banjo as a pseudonym. So, നമ്മൾ പറഞ്ഞു ബുഷ് പോയറ്റ് ആണെന്ന്. സോ അൾട്ടിമേറ്റ്ലി വാട്ട് ഇസ് ബുഷ് പോയട്രി? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബാലഡ് വിച്ച് ഡിസ്ക്രൈബ്സ് ദി ഓസ്ട്രേലിയൻ ലാൻഡ്സ്കേപ്പ്. എസെൻഷ്യലി ഓസ്ട്രേലിയയുടെ ലാൻഡ്സ്കേപ്പിനെയും അവിടുത്തെ ലൈഫും അവിടുത്തെ സീനറി, ക്യാരക്ടേഴ്സ്, സോ ഓൺ ആൻഡ് സോ ഫോർത്ത്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു തരം പോയട്രിയാണ് ബുഷ് പോയട്രി. ഈ ഒരു പോയട്രിയിൽ ഈ ഒരു പോയം വാൾസിംഗ് മെറ്റിൽഡ എന്നൊരു പോയത്തിൽ നമ്മൾ ഈ ഒരു ഓസ്ട്രേലിയൻ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചുള്ള ഡെപ്പിക്ഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അതോറിറ്റിയെ റിജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഫൈ ചെയ്യുന്നു, ആ ഒരു തീം കൂടി കാണുന്നുണ്ട്. ഇറ്റ് എസെൻഷ്യലി ടോക്സ് അബൌട്ട് ദി സ്റ്റോറി ഓഫ് എ സ്വാഗ് മാൻ. എ സ്വാഗ് മാൻ ഇസ് someone who travels from place to place in search of work. This swagman who steals a sheep and when caught prefers to die rather than be locked up in jail. So talking about the poem, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്വാഗ്മാൻ ആണ്. ഹീസ് എ വർക്കർ ഹൂ ഡസൻ ഹാവ് എ പെർമനൻറ്റ് ഒക്കുപ്പേഷൻ. ഈ ഒരു ആള് ഹീസ് റെസ്റ്റിംഗ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ ആൻഡ് ഇയാളുടെ കയ്യിൽ വലിയ റിസോഴ്സസ് ഒന്നുമില്ല. കാരണം നമുക്ക് കാണാം ടിൻ ക്യാനിൽ നിന്നൊക്കെ ചായ ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരുപാട് റിസോഴ്സസ് ഒന്നും ഇല്ല. സോ അൾട്ടിമേറ്റ്ലി ഹീ ഈസ് ഹംഗ്രി, ഹീ ഈസ് സ്റ്റാർവിങ്, ഹീ ഈസ് സെർച്ചിങ് ഫോർ ഫുഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാളൊരു ഷീപ്പിനെ കാണുന്നു. വേറെ ഒന്നും ആലോചിച്ചില്ല, അതിനെ കൊന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നു. ഫുൾ കഴിക്കുന്നില്ല, ആവശ്യത്തിന് മാത്രം കഴിച്ചിട്ട് ബാക്കി ബാക്ക് പാക്കിൽ എടുത്ത് വെക്കുകയാണ്. പക്ഷേ ആ സമയം ഈ ഒരു ലാൻഡ് ഓണർ വരുന്നു. ഈ ലാൻഡ് ഓണറിൻ്റെ ഷീപ്പിനെയാണ് ഇയാൾ കൊന്ന് കഴിച്ചത്. സോ ഈ ലാൻഡ് ഓണറാണെങ്കിൽ കുറേ പോലീസുകാരായിട്ട് വരുന്നു. അപ്പോഴേക്കും ഇയാൾക്ക് മനസ്സിലായി ഇങ്ങനെയാണ് നടന്നതെന്ന്. കാരണം ഈ ഒരു മാംസത്തിൻ്റെ ബാക്കി നമ്മൾ ബാക്ക് പാക്കിൽ എടുത്ത് വെച്ചു എന്ന് പറഞ്ഞല്ലോ, അത് കാണുന്നു. അപ്പോഴേക്കും എവിഡൻസ് സഹിതം ആളെ പിടിക്കുന്നു, കയ്യോടെ പിടിക്കുന്നു. പക്ഷേ ഈ സ്വാഗ്മാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇയാൾക്ക് ജയിലിൽ പോകണ്ട അല്ലെങ്കിൽ പ്രിസണിൽ കിടക്കുന്നതിനേക്കാളിലും എത്രയോ ഭേദമാണ് മരിക്കുക എന്നുള്ളൊരു ആ ഒരു ചിന്തയിൽ ഇയാൾ ഒരു വാട്ടറിങ് ഹോളിലേക്ക് എടുത്ത് ചാടുന്നു, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഹി ഡ്രൗൺസ്. ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. സോ ഇതൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒന്ന് ഞാൻ പറഞ്ഞു ഓസ്ട്രേലിയൻ ലാൻഡ്സ്കേപ്പിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് ബുഷ് പോയട്രി എന്ന് പറയുമ്പോഴും ഇതൊരു ബുഷ് പോയട്രിയാണ്. സോ നമുക്ക് കാണാം ഓസ്ട്രേലിയൻ ലാൻഡ്സ്കേപ്പിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം. എസെൻഷ്യലി ഓസ്ട്രേലിയൻ വേർഡ്സും ഒരുപാട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ടൈറ്റിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാൾസിംഗ് മെറ്റിൽഡ. വാൾസിംഗ് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ട്രാവലിംഗ് വൈൽ ലേണിംഗ് എ ട്രേഡ്. ആൻഡ് മെറ്റിൽഡ means mighty battle maiden, which was a name given to females who accompany soldiers during the 30 Years' War in Europe. സോ നമുക്ക് എന്തായാലും ഒരു ഡൗട്ട് തോന്നിക്കും, ഈ ഒരു പോയത്തിന് ഈ വാൾസിംഗ് മെറ്റിൽഡ എന്നുള്ളൊരു ടൈറ്റിൽ എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ആവുന്നത് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ആവുന്നത്? ഡസൻ മേക്ക് എനി സെൻസ്, റൈറ്റ്? വാൾസിംഗ് എന്ന ഒരു മീനിങ്ങും മെറ്റിൽഡയുടെ മീനിങ് എടുത്ത് നോക്കുമ്പോൾ ഒരുമിച്ച് വയ്ക്കുമ്പോൾ ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്. ബട്ട് എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഈ ഒരു സ്വാഗ് മാൻ നമ്മൾ പറഞ്ഞു ഹീസ് ഡസൻ ഹാവ് എ പെർമനൻറ്റ് ഒക്കുപ്പേഷൻ, ഹീസ് ട്രാവലിംഗ് ഇൻ സെർച്ച് ഓഫ് വർക്ക്. സോ വാൾസിംഗ് എന്നത് ആ ഒരു ആൾക്ക് ഇത്രയും കുറച്ചും കൂടെ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ്. ബിക്കോസ് ഹീ ഈസ് ഓൾസോ ട്രാവലിംഗ് ഇൻ സെർച്ച് ഓഫ് വർക്ക് ടു ലേൺ എ ട്രേഡ്, റൈറ്റ്? മെറ്റിൽഡ എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കുന്നത്, ഇയാൾക്ക് ജയിലിൽ പോകണ്ട, ഇങ്ങനെ ജയിലിൽ കിടക്കുന്നതിനേക്കാളും ഭേദമാണ് മരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത്. അതാണ് അയാളുടെ മോട്ടോ. നമ്മൾ പറഞ്ഞ ഈ മെറ്റിൽഡയുടെ പേരെന്ന് പറയുന്നത് 30 Years വാറിൽ സോൾജേഴ്സിൻ്റെ കൂടെ, മെയിൽ സോൾജേഴ്സിൻ്റെ കൂടെ അവരെ അക്കമ്പനി ചെയ്തിരുന്ന ഫീമെയിൽ സോൾജേഴ്സ് എന്ന് പറയുന്ന ഒരു പേരാണ് മെറ്റിൽഡ എന്നുള്ളത്. സോ ഈ ഒരു മെറ്റിൽഡേഴ്സിൻ്റെയും മോട്ടോ എന്തായിരിക്കും? എന്തായാലും എല്ലാ സോൾജേഴ്സിൻ്റെയും അൾട്ടിമേറ്റ്ലി അവരുടെ ഒരു
കാര്യം എന്ന് പറയുന്നത് ദേ ആർ റെഡി ടു സാക്രിഫൈസ് ദ ലൈഫ് ഫോർ ദി സേഫ്റ്റി ഓഫ് ദി നേഷൻ. സോ അതാണ് ഈ ഒരു മറ്റിൽഡേസിൻ്റെയും ആ ഒരു എന്താ പറയുക മോട്ടിവേഷൻ അത് തന്നെയാണ്. ദേ ആർ റെഡി ടു സാക്രിഫൈസ് ദ ലൈഫ്, ദേ ഡോണ്ട് വോണ്ട് ടു ബി ഇംപ്രിസൺഡ് ബൈ ദി എനിമി ക്ലാൻ. സോ അൾട്ടിമേറ്റ്ലി അത് തന്നെയല്ലേ സ്വാഗ്മാനും ചെയ്യുന്നത്. ഹീ സാക്രിഫൈസ് ദിസ് ലൈഫ് ബിക്കോസ് ഹി ഡസൻ വോണ്ട് ടു ബി കോട്ട് ബൈ ദ അതോറിറ്റി. സോ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് വാൾസിങ് മെറ്റിൽഡ എന്നുള്ളൊരു ടൈറ്റിൽ ഈ പോയത്തിനും അപ്രോപ്രിയേറ്റ് ആണ്, അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ക്യാരക്ടറായിട്ടുള്ള സ്വാഗ്മാനും അപ്രോപ്രിയേറ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം. ആൻഡ് അഡീഷണലി ഈ ഒരു പോയത്തിൽ നമ്മൾ ഐറണി കാണുന്നുണ്ട്, സ്ലാങ്, ഓസ്ട്രേലിയൻ സ്ലാങ് ഒരുപാട് കാണുന്നുണ്ട്. സോ എസെൻഷ്യലി ദിസ് ഇസ് അഡ്രസ് ടു ദി ഓസ്ട്രേലിയൻ നേറ്റീവ്സ് ഓർ ദി ഓസ്ട്രേലിയൻ പീപ്പിൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഓൾസോ അപ്പീൽസ് ടു ദ വൈഡർ ഓഡിയൻസ്. കാരണം നമുക്ക് ഒരു പക്ഷേ ഓസ്ട്രേലിയൻ സെൻസ് ഓഫ് ഹ്യൂമർ നമുക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇതിൽ കൊടുത്തിട്ടുള്ള ഇമേജറി വെച്ചിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ വളരെ ഈസിയാണ് ഈ ഒരു ഡിപ്പിക്ഷനും ആ ഒരു ആളുടെ ഡിഫയൻസും അതോറിറ്റിയെ ഡിഫൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദി പോയം. ആൻഡ് ടോക്കിംഗ് അബൌട്ട് സ്ട്രക്ചർ, ഓബ്വിയസ്ലി ഇതൊരു പോയം ആണെങ്കിലും ഇറ്റ് ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് ആസ് എ സോങ്. കാരണം ഞാൻ പറഞ്ഞു ഇറ്റ്സ് കൺസിഡേർഡ് ആസ് ഓസ്ട്രേലിയാസ് ഫേവറേറ്റ് സോങ്, ദി അൺഒഫീഷ്യൽ നാഷണൽ ആന്തം. സോ Christina McPherson actually composed this into a song where the lyrics were written by the poet Banjo Patterson himself. It is composed of 32 lines and 8 verses with the ABCB rhyme scheme. Themes വരുമ്പോഴേക്കും ഒന്ന് ഫ്രീ സ്പിരിറ്റഡ്നെസ് ആണ്. ദാറ്റ് ഇസ് ദി സ്വാഗ്മാൻ ഇസ് എ ഫ്രീ സ്പിരിറ്റ് traveling who is traveling to earn his livelihood. So his independence represent the self-sufficiency on which the Australians pride themselves. അവർ ഓസ്ട്രേലിയൻസിൻ്റെ ഒരു അഭിമാനമാണ് അവരുടെ സെൽഫ് സഫിഷ്യൻസി, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, എത്ര ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണെങ്കിലും അത് വെച്ചിട്ടൊരു ലൈവ്ലിഹുഡ് നടത്തുക എന്നുള്ളൊരു കാര്യം. അതിനെയാണ് ഈ സ്വാഗ്മാൻ്റെ ഇൻഡിപെൻഡൻസിയും റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. നെക്സ്റ്റ് ഈസ് ഓബ്വിയസ്ലി ദ ഡിഫയൻസ് ഓഫ് അതോറിറ്റി. നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. Swagman is seen to be answerable only to himself. And the very act of him drowning instead of being caught represents the ultimate defiance of authority or officialdom. ആ ഒരു എന്താ പറഞ്ഞ പോലീസിനോ ലോയ്ക്കോ ഒന്നും കൊടുക്കാതെ, കാരണം we're not sure if he is in the right or wrong. കാരണം ആ സമയം വിശന്നു, ആ സമയം അവിടെ ഒരു ഷീപ്പിനെ കണ്ടു വന്നേ കൊന്നു തിന്നു. പക്ഷെ ഷീപ്പ് ആ വിശക്കുന്ന സമയം നമ്മൾ ആരും അന്വേഷിക്കാൻ പോകുന്നില്ല അത് ആരുടെയെങ്കിലും ആളാണോ, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അങ്ങനെയൊന്നും ആലോചിക്കില്ല. ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ എൻ ഏർജ്. ആ ഒരു മൊമെൻറ്റിൽ തോന്നിയ ഒരു ആക്ഷൻ ആയിരിക്കാം. സോ അങ്ങനെ വിചാരിക്കുമ്പോൾ we're not sure if we can blame him. But at the same time ആ ഒരു ലാൻഡ് ഓണറും തിരിച്ച് ആ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരുന്നതും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് ഹിസ് പ്രോപ്പർട്ടി, ഇറ്റ് വാസ് ഹിസ് ഷീപ്പ്. സോ അതിനെ ചുമ്മാ എന്താ പറഞ്ഞാൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കൊന്നു തിന്നുമ്പോൾ ഓബ്വിയസ്ലി ഹി ഹാസ് ദ റൈറ്റ് ടു ടേക്ക് ആക്ഷൻ ആസ് വെൽ. സോ ദ ലാൻഡ് ഓണർ ഓൾസോ ഇറ്റ്സ് ഇൻ ദ റൈറ്റ്. അപ്പോൾ ആരെയും ഇവിടെ 100% ബ്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഇവിടെ ഉണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഒരു അതോറിറ്റിയുടെ ഡിഫയൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ ദി ആക്ട് ഓഫ് ഗിവിങ് അപ്പ് ലൈഫ് ഈസ് കൺസിഡേർഡ് ആസ് ഹീറോയിക്. ഇവിടെ എന്താ സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു മോറൽ ലോയിനെക്കാട്ടിലും ഒരു കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ദി സ്വാഗ്മാൻസ് ഹീറോയിസം ദാറ്റ് മെയ്ഡ് ദി ബാലഡ് ദി ഓസ്ട്രേലിയാസ് അൺഒഫീഷ്യൽ നാഷണൽ ആന്തം. Thus, the poem is written in a simple and plain manner that made it very easy to set to music and sing. That is, the first 5 words of the poem resemble the opening words of countless other narratives from folklore, legends, and fairy tales, etc. But the ultimate theme is that the poem is seasoned with Australian class that lends authenticity to the words. So that is about the poem and the main analysis of it. Hope this was clear. നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും ഇൻ്റർപ്രിട്ടേഷൻ ഈ ഒരു പോയമിന്
തരാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തീംസും പോയട്രിക് ഡിവൈസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഇറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട് ആൻഡ് ഐ വുഡ് അപ്രീഷിയേറ്റ് ദാറ്റ് എ ലോട്ട്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. So take care. Bye.